എല്ലാ നിലയിലും നബിതങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയത് അമുസ്ലിമീങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷമാണ് യസ്രിബ് എന്ന് പറയുന്ന നാട് മദീനത്തുൻ നബവി, നബവി പട്ടണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ മുസ്ലിം ഇസ്ലാമിക രാഷ്ട്രം പടുത്തുയർത്തി. മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം പടുത്തുയർത്തുമ്പോ അറിയണം നമ്മൾ, അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ കേവലം 15%. 10,000-ഓളം വരുന്ന ജനസംഖ്യയിൽ 1500 മുസ്ലിമീങ്ങൾ മാത്രമായിരുന്നു മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമാക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. 52 ഭാഗമായി അവിടത്തെ ഭരണഘടന എഴുതുമ്പോൾ അതിൽ 27 ഭാഗം അമുസ്ലിമീങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയായിരുന്നു ഭരണഘടന എഴുതിയത്. 25 ഭാഗങ്ങൾ മാത്രമാണ് മദീനയിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രം ഭരണഘടന ഉണ്ടാക്കിയത്. എവിടെയാണ് പ്രിയപ്പെട്ട പ്രവാചകൻ കാരുണ്യത്തിന്റെ പ്രവാചകനല്ലാതായി മാറിയത്? നമ്മൾ കേൾക്കുന്നുണ്ട് നബിതങ്ങളെ പറ്റി കാർട്ടൂൺ, നബിതങ്ങളെ പറ്റി പുസ്തകം, നബിതങ്ങളെ പറ്റിയിട്ട് മോശമായ പദപ്രയോഗം. ഇതൊക്കെ നടക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് യുദ്ധകൊതിയനായിരുന്നു എന്നൊക്കെ പരിചയപ്പെടുത്തുമ്പോ മദീനയിൽ ചെന്ന് 2 കൊല്ലം കഴിഞ്ഞ് 55-ാമത്തെ വയസ്സ് മുതൽ വാറുകളിലും പ്രഖ്യാപിത യുദ്ധങ്ങളിലും അള്ളാഹുവിന്റെ ഹബീബ് എടുത്ത ചില നിലപാടുകളെ എടുത്തു കാണിച്ചിട്ട് പാശ്ചാത്യ കോമരങ്ങൾ എഴുതി പിടിപ്പിച്ചത് പ്രവാചകൻ വാളുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ മദീനയ്ക്ക് ശേഷമുള്ള ചരിത്രത്തിൽ നിന്ന് അല്പം താഴേക്ക് വന്ന് 13 വർഷക്കാലം ത്യാഗോജ്വലമായ ഐതിഹാസികമായ പീഡനങ്ങൾ സഹിച്ച് ചരിത്രത്തിലതീതം അതുല്യമായ അവർണ്ണനീയമായ അവാച്യമായ അചിന്തനീയമായ പീഡന പർവ്വങ്ങൾ പ്രവാചകൻ സഹിച്ച ആ 13 വർഷക്കാലത്തെ ഏതെങ്കിലും പീഡനത്തിന്റെ കഥകൾ, ഒട്ടകത്തിന്റെ ചീനലിന്റെ കുടൽമാലകൾ കഴുത്തടിക്കപ്പെട്ടത്, കഴുത്തിൽ ഇസ്മായിൽ നിസ്കരിച്ചുകൊണ്ട് കിടക്കുന്ന തിരുവറ്റിയുടെ കഴുത്തിൽ തുണി കൊണ്ട് മുറുകിയിട്ട് അവിടെ മിസ്മലയിൽ നിന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഓടി വന്ന് കഴുത്തിൽ കിടക്കുന്ന തുണി പറിച്ചെടുത്ത് കളഞ്ഞില്ലായിരുന്നുവെങ്കിൽ അപകടം സംഭവിച്ചു പോകുന്ന നിലയിൽ പീഡന പർവ്വങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെയും പ്രിയ സഖാക്കളുടെയും 13 വർഷക്കാലത്തെ പോരാട്ടവും അവരുടെ സഹിച്ച സഹനത്തിന്റെ ഏതെങ്കിലും ഒരു രേഖ ഏതെങ്കിലും പാശ്ചാത്യം വെച്ചിട്ടുണ്ടോ? അവർക്ക് എഴുതാനുള്ളത് മദീന കാലഘട്ടത്തിന്റെ ഡിക്ലെയർ വാറുകളിൽ പ്രവാചകന്റെ സമീപനം എന്തായിരുന്നു എന്നതിനെ പറ്റിയാണ്. അതുകൊണ്ട് പ്രഭാഷണം നടത്തപ്പെടുന്ന ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ നിന്നുകൊണ്ട് നമുക്ക് ഉറക്കെ പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ റബ്ബ്, നമ്മുടെ സൃഷ്ടാവ് റബ്ബുൽ ആലമീനാണ് എങ്കിൽ നമ്മുടെ നായകൻ റഹ്മത്തുൽ ലിൽ ആലമീനാണ്. റബ്ബുൽ ആലമീനും റഹ്മത്തുൽ ലിൽ ആലമീനും തമ്മിൽ ഒരു വല്ലാത്തൊരു ബന്ധമാണ്. ആലമീങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെങ്കിൽ ആലമീങ്ങളുടെ റഹ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് അനുവദിക്കപ്പെട്ട സമയം 5 മിനിറ്റ് കൂടിയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കേണ്ടതുള്ളതുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിലുള്ള സർവ്വ സംവിധാനങ്ങളുടെയും അർഹൻ അഷ്റഫുൽ ഖൽഖായിരുന്നു, മറന്നു പോകരുത്. സൂറത്തുൽ അൻഫാൽ നമുക്കറിയാം. ഫാത്തിഹയും ബഖറയും ആലു ഇംറാനും നിസാഉം മാഇദയും അൻആമും അഅറാഫും കഴിഞ്ഞാൽ തൗബയ്ക്ക് തൊട്ടുമുമ്പുള്ള സൂറയുടെ പേര് അൻഫാൽ എന്നാണ്. ഞാൻ ഈ പ്രസംഗിക്കുന്നത് മുതഅല്ലിമീങ്ങളോടും പണ്ഡിതന്മാരോടുമല്ല. ഇന്നല്ലെങ്കിൽ ഇപ്പോഴല്ലെങ്കിൽ അടുത്ത നിമിഷം നാളെ ഇതെന്നെ കേൾക്കുന്ന പൊതുസമൂഹത്തോട് പറയുന്നു, അൻഫാൽ എന്ന് പറഞ്ഞാൽ സമരാർജിത സ്വത്ത് എന്നാണ്. ആ സമരാർജിത സ്വത്ത് ആർക്കാണ് കൊടുക്കേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. അങ്ങയോട് ചോദിക്കും, അനിൽ അൻഫാൽ, സമരാർജിത സ്വത്ത് ആർക്കാണ് നബിയേ എന്ന് അങ്ങയോട് ചോദിച്ചാൽ അങ്ങ് പറയണം, ഖുലിൽ അൻഫാൽ ലില്ലാഹി വറസൂൽ, അല്ലാഹുവിനും റസൂലിനും ഉള്ളതാണ് എന്ന്. ആണോ? അല്ലാഹുവിനും റസൂലിനും മാത്രമാണോ യുദ്ധം മുതൽ സമരാർജിത സ്വത്ത് 2 പേർക്ക് മാത്രമാണോ? അല്ല എന്ന് നമുക്കറിയാം. നമ്മൾ പഠിച്ചവരാണ്. നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും മുതഅല്ലിമീങ്ങളോടും കൂടി പറയുകയാണ്, അതേ അൻഫാൽ എന്ന ഈ അധ്യായത്തിൽ 1-ാമത്തെ ആയത്തിൽ ആർക്കാണ് സമരാർജിത സ്വത്തെന്ന് ചോദിച്ചപ്പോ നബിയെ ചോദിക്കുന്നവരോട് പറയണം, അല്ലാഹുവും നിങ്ങൾക്കുമാണെന്ന് പറഞ്ഞേക്ക് നബിയെ എന്ന് പറഞ്ഞിട്ട് ഈ ഗനീമത്ത് സ്വത്ത്, സമരാർജിത സ്വത്ത് ജീവിച്ചു കൊടുക്കേണ്ടവരുടെ ഓരോ പേരുകൾ പറഞ്ഞത് 41-ാമത്തെ ആയത്തിലാണ്. 40 ആയത്തുകൾ കഴിഞ്ഞ് 41-ാമത്തെ ആയത്തിലാണ് ആർക്കാണ് ഗനീമത്ത് സ്വത്ത് അൻഫാലിന്റെ മുതൽ കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. എന്റെ 40 ആയത്ത് കഴിഞ്ഞിട്ട് 41-ാമത്തെ ആയത്തിലാണ് സമരാർജിത സ്വത്ത് കൊടുക്കേണ്ടവരുടെ പേര് വിവരം പറയുന്നതെങ്കിൽ
ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ പറഞ്ഞപ്പോൾ ഈ കാണുന്ന സമരാഗ്ര സ്വത്ത് ലില്ലാഹി വറസൂൽ അല്ലാഹുവിനും അവന്റെ ദൂതനാണെന്ന് പറഞ്ഞത് എന്റെ ഹബീബിനെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് എന്നിലേക്ക് ചേർത്ത് പറയുന്നു എന്നതിന്റെ ഏറ്റവും വലിയ പ്രകടമായ ഒരു അടയാളമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ തുടങ്ങിയാൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന പുസ്തകങ്ങൾ വായിച്ച് പഠിച്ച് അതാണ് ദീനെന്ന് മനസ്സിലാക്കുന്ന വിതഴി പ്രസ്ഥാനക്കാരുടെ മുമ്പിൽ എനിക്ക് എന്റെ റസൂൽ വേണ്ട, എനിക്ക് എന്റെ നാഥൻ മതി, എനിക്ക് എന്റെ അള്ളാഹ് മതി, ഞാൻ ഖുർആൻ മാത്രം മുറുകെ പിടിക്കുന്നവനാണ് എന്ന് പറയുന്ന വിവരത്തിൽ പാണ്ഡിത്യത്തിൽ പാപ്പരത്തിൽ നിന്ന് പോയ ഒരു സമൂഹത്തോട് സുന്നത്ത് ജമാഅത്തിന്റെ കറകളഞ്ഞ പ്രസ്ഥാനത്തിന്റെ കറകളഞ്ഞ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, അള്ളാഹുവിനെ മാത്രം ആദരിച്ച് ആരാധിച്ചത് കൊണ്ടോ അള്ളാഹുവിനെ മാത്രം വഴിപ്പെട്ടത് കൊണ്ടോ നിനക്ക് സ്വർഗം കിട്ടൂല. കൂടി വഴിപ്പെട്ടില്ലെങ്കിൽ നിനക്ക് സ്വർഗം കിട്ടൂല. വിശുദ്ധ ഖുർആൻ എവിടെയൊക്കെ റബ്ബിനെ പറ്റി പറയുന്നുണ്ടോ അവിടെയൊക്കെയും റബ്ബിന്റെ റസൂലിനെ പറയാൻ ഒരു ഇണയെ പറയും പോലെ വാചകങ്ങളും ഉപമകളും എനിക്കറിയാമത് അങ്ങനെ പറയാൻ തന്നെ പാടില്ലെന്ന്. പക്ഷേ രാവിന്റെ കൂടെ പകൽ പറയും പോലെ, വെയിലിന്റെ കൂടെ തണല് പറയും പോലെ, സ്വർഗത്തിന്റെ കൂടെ നരകം പറയും പോലെ, സുഖത്തിന്റെ കൂടെ ദുഃഖം പറയും പോലെ അല്ലാഹു പറയപ്പെടുന്ന ഭാഗങ്ങളിൽ ഭൂരിപക്ഷവും അഷ്റഫുൽ ഖൽഖിനെ ചേർത്ത് വെച്ച പടച്ചവന്റെ മൗലിദിനോളം ലോകത്തൊരു മൗലിദും രചിക്കപ്പെട്ടിട്ടില്ല, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വാനോളം പുകഴ്ത്തിയിട്ട് കരീമുല്ലാഹി മൂസാ നബി എന്ന ഒരു നാടിന്റെ നായകനായി അറിയപ്പെട്ട് തോറ എന്ന തൗറാത്തിന്റെ ഉടമയായി ഇന്നും അറിയപ്പെടുന്ന മൂസാ നബി അലൈഹിസ്സലാം പോലും ഞാനൊരു സാധാരണക്കാരനായി തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലെ SP പുരം എന്ന ശ്രീനിവാസപുരത്തെ സർക്കര മന്നാനയുടെ താഴ്ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിലും കുറിച്ചത് ഏതെങ്കിലും ഒരു എഴുത്തുകാരനല്ല, മഹാനായ കരീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കുറിച്ചത്? അത് നമ്മുടെ ഏതെങ്കിലും എടുക്കുകൊണ്ടോ എന്തെങ്കിലും പ്രൗഢിയും പ്രോജ്വലതയും പ്രഭയും കൊണ്ടോ ഒന്നുമല്ല, മുഹമ്മദ് മുസ്തഫാന്റെ ഒരു അനുയായിയാകാനുള്ള മോഹത്തിന്റെ പേരിലായിരുന്നു. അതുകൊണ്ട് ഇത്രയും വലിയ ഒരു ഭാഗ്യശാലികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും പ്രവാചകൻ പിന്നിലോട്ടല്ല. നമുക്കറിയാം, ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, 100 പേരുടെ പുസ്തകം, 100 പേരുടെ ഏറ്റവും പ്രമുഖരായ 100 പേരെ പറ്റി ഗ്രന്ഥം എഴുതിയ ചിന്തകനായ മനുഷ്യൻ പോലും ഒന്നാമതായിട്ട് അതേ ക്രിസ്ത്യാനിയാണ്. ആ ക്രിസ്ത്യാനിയായ മനുഷ്യൻ ആദ്യം എഴുതേണ്ടത് മസീഹ് ഈസ എന്നായിരുന്നില്ലേ? പക്ഷേ അദ്ദേഹം എഴുതിയത് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പറഞ്ഞത്, മൂസാ നബിയെ സംബന്ധിച്ച് ഞാൻ പഠിക്കുമ്പോൾ ധീരനാണ്, ഏത് കാര്യത്തിലും വലിയ ഷൗട്ട് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം പുലിക്കുട്ടിയായിരുന്നു. മൂസാ നബി പുലിക്കുട്ടിയാണ്. ഖുർആൻ തെളിയിച്ചല്ലോ സൂറത്തുൽ അംബിയാവും ഖസസും. ഈസാ നബി എന്ന് പറയുന്ന എന്റെ നായകൻ ഈസാ നബി ഒരു പൂച്ചക്കുട്ടിയായിരുന്നു. പലപ്പോഴും അദ്ദേഹം ഒതുങ്ങി കഴിയുന്ന ഒരു പ്രതീതിയായിരുന്നു. പക്ഷെ ഞാൻ എന്തുകൊണ്ട് എന്ന് പറയുന്ന എന്റെ ഗ്രന്ഥത്തിൽ ഒന്നാമതായി എന്റെ ഈസാ എന്ന ഈസാ മസീഹിനെ പറയാതെ, എന്തുകൊണ്ട് ഞാൻ മൂസസ് പ്രവാചകനെ പറയാതെ മുഹമ്മദ് ബിൻ അബ്ദുള്ളയെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈസാ നബിയെ പോലെ പൂച്ചക്കുട്ടിയോ മൂസാ നബിയെ പോലെ പുലിക്കുട്ടിയോ അല്ലാതെ പൂച്ചക്കുട്ടിയായി ജീവിക്കുമ്പോഴും പുലിക്കുട്ടിയാകേണ്ട സമയത്ത് ധീരമായ പുലിക്കുട്ടിയായി മാറിയ ഒരു പ്രവാചകനായിരുന്നു മുഹമ്മദ് എന്നാണ് നമുക്കറിയാം. ഹുനൈൻ യുദ്ധവേളയിൽ ആ ഹുനൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ പറ്റി ചോദിച്ചല്ലോ. സഹാബിയോട് ചോദിച്ചു, ഹുനൈൻ യുദ്ധത്തില് നിങ്ങളൊക്കെ പിന്തിരിഞ്ഞോടിയില്ലേ എന്ന്. അതെ, ഞങ്ങളൊക്കെ പിന്തിരിഞ്ഞോടി. ആ നാട്ടുകാരോട് യുദ്ധം ചെയ്യുമ്പോ അവര് അസ്ത്രാഭ്യാസ വിദഗ്ധരായിരുന്നു, അമ്പെയ്ത്തിൽ നിപുണന്മാരായിരുന്നു. ഞങ്ങളൊക്കെ പേടിച്ച് പലപ്പോഴും ഓടിപ്പോയിട്ടുണ്ട്. പിന്നീട് വന്ന് യുദ്ധം ചെയ്തു. അവസാനം അവര് പിന്തിരിഞ്ഞോടി. ഞങ്ങൾ ഗനീമത്ത് വീതിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവര് വീണ്ടും പാഞ്ഞെടുത്തു. ഞങ്ങൾ ഓടിപ്പോയി. ഞങ്ങൾ ഓടിയപ്പോൾ വെള്ള കഴുത പുറത്തിരുന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഒരടി പിന്നോട്ട് വയ്ക്കാതെ അബ്ദുൽ മുത്തലിബ് ഞാൻ നബിയാണ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് എന്ന് പറഞ്ഞിട്ട് ധീരമായ നിലപാടെടുത്ത നബിതങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് അഹ്സനായിരുന്നു, അവർ അഷ്ജായിരുന്നു,
വേണ്ടി ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അല്ലാഹു തആല പരീക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നബിയോടുള്ള നമ്മുടെ വിയോജിപ്പാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ നെഞ്ചോട് ചേർത്ത് വാരിപ്പുണരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ ഉണർത്തുകയാണ്. ഈ പറയുന്നത് സാധാരണക്കാരായി നമ്മുടെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. സോഷ്യൽ മീഡിയയിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോടുമാണ്. നമ്മളൊക്കെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇവിടുന്ന് 2008 പഠിച്ചിറങ്ങിയതിനു ശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് എന്ന് അനമൗലൂദ് ഓതാൻ ഞാനാളല്ല. പക്ഷെ ഇവിടെ പറഞ്ഞാതിരുന്നാൽ അതൊരു പറച്ചിൽ തന്നെയാണ്. GCC രാഷ്ട്രങ്ങളിലും കർണാടകയിലും തമിഴ്നാട്ടിലും ലക്ഷദ്വീപുകളിലും അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും ഒക്കെ പ്രസംഗത്തിന് പോയിട്ടുണ്ട്. അവിടെ ഒക്കെ പൈസ ലഭിച്ചു കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കടക്കൽ ഉസ്താദ് നമ്മുടെ ഈ വേദിയിലുണ്ട്. ഞാൻ പറയുന്നത്, നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് വേണ്ടി എന്തെങ്കിലും ചോദിച്ച് ആ സ്ഥാപനത്തിന്റെ സ്ഥായിയായ വരുമാനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ടത് ഒരു മന്നാനി എന്നുള്ള നിലയിൽ ഈ സ്ഥാപനത്തോടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് പറയുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ലോകത്ത് ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ ഒരിക്കലും നമ്മൾ പറയുന്ന രീതിയിലുള്ള സെലിബ്രിറ്റികളോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ ജനപ്രതിനിധികളോ ഒന്നുമല്ല. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായവർ രണ്ട് കൂട്ടം ആളുകളാണ്. ഒന്ന് തഅല്ലമൽ ഖുർആന, ഖുർആൻ പഠിച്ചവരാണ്, പഠിക്കുന്നവരാണ്, വഅല്ലമഹു, പഠിപ്പിക്കുന്നവരാണ്. ഇതല്ലാത്ത മൂന്നാമതൊരു വിഭാഗം ഔട്ടാണ്, ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ ഔട്ടാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ നൂറുൽ ഉലമാ, ബഹുമാനപ്പെട്ട KP ഉസ്താദിന്റെ പ്രസംഗം നമ്മൾ കേട്ടവരാണ്. ഞാൻ പറയുന്നു, നിങ്ങൾ ഇതിൽ ഏതിലെങ്കിലും ഒന്നിൽ ഉൾപ്പെടണം. നിങ്ങളുടെ തിരക്കിനിടയിൽ ഒരിക്കലും നിങ്ങൾ ആദ്യം പറഞ്ഞ മുത്തഅല്ലിമായി നിങ്ങൾക്ക് ഇവിടെ വന്ന സബക്കിൽ പങ്കെടുക്കാൻ കഴിയണമെന്നില്ല. ഇനി നിങ്ങൾക്ക് ആകെ വഴിയുള്ളത് മുഅല്ലിമീങ്ങളാകാൻ പറ്റും. ഞാൻ സാധാരണക്കാരോട് പറയുന്നു, മുഅല്ലിമാകാൻ പറ്റും. ആ മുഅല്ലിമാകണമെങ്കിൽ വെള്ള വസ്ത്രം ധരിച്ച് നബി തങ്ങളുടെ മുട്ടോട് മുട്ട ചേർത്ത് വെച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ വന്ന ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനോട് ഈമാനും ഇസ്ലാമും ഇഹ്സാനും ഒക്കെ ചോദിച്ചപ്പോൾ അതിനെല്ലാം വ്യക്തമായ മറുപടി നബി തങ്ങൾ കൊടുത്തു. ഇറങ്ങി പോകുന്ന സമയത്ത് സുപരിചിതരല്ലാത്ത അപരിചിതരായ ആ ആളുകളോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വന്ന ആളിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ആരാന്നറിയോ? വന്നത് ജിബ്രീല. അത്താക്കും യുഅല്ലിമക്കും ദീനക്കും, നിങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തരാൻ വന്നയാളാ. ജിബ്രീൽ ഒരു അക്ഷരം അവിടെ പഠിപ്പിച്ചു കൊടുത്തില്ല. പഠിപ്പിച്ചത് മുഴുവനും മുസ്തഫായ നബിയാ. പക്ഷേ പഠിപ്പിക്കാൻ കാരണമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പഠിപ്പിക്കണമെന്നില്ല. പഠിപ്പിക്കാൻ കാരണമാകുന്ന നിലയിൽ സാമ്പത്തികമായ സഹായം മറ്റേതെങ്കിലും ഒരു നിലയിൽ നിങ്ങൾ ഈ പറയപ്പെടുന്ന സ്ഥാപനത്തോട് ചേർന്ന് നിന്നാൽ മുഅല്ലിം എന്ന് പറയുന്ന, അധ്യാപകൻ എന്ന് പറയുന്ന, ടീച്ചർ എന്ന് പറയുന്ന പദവിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഈ അനുഗ്രഹീതമായ സ്ഥാപനത്തിന്റെ ഈ 40ാമത്തെ വാർഷികത്തോട് ബന്ധപ്പെട്ടും 18ാമത് സന്നദ്ധാന മഹാസമ്മേളനത്തോട് ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടിയുടെ ഏറ്റവും സുപ്രധാനമായ ഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ഇവിടെ സ്ഥാനവസ്ത്ര വിതരണം നടത്തുകയാണ്. അതിനു മുമ്പ് ഒരു 3 മിനിറ്റ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനൊന്ന്, എന്റെ പ്രിയപ്പെട്ടവരോട് വളരെ കുറഞ്ഞ, ഞാനിപ്പോ 3:26 ഇൻഷാ അല്ലാഹ് 3:30 വരെ ഞാൻ എനിക്ക് അനുവാദം തരണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ്, ഒരു വർഷത്തേക്ക് 25,000 രൂപ കണക്കിൽ ഒരു കുട്ടിക്ക് ഞാനൊന്ന് ഉണർത്തിവിടുകയാണ്. 25,000 രൂപ ഒരു കുട്ടിക്ക്, നമ്മുടെ ഈ ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഭക്ഷണത്തിന്റെ ചെലവാകുമെന്ന് വെച്ചാൽ 25,000 രൂപ ഒരു വർഷത്തിലാകുമെന്നാൽ വർഷത്തിന്റെ ഉള്ളിൽ ഘട്ടം ഘട്ടമായി നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. 5,000 രൂപ 10,000 രൂപ കൊടുത്ത ബാക്കി കുറച്ച് ഇനി അടുത്ത ഏതെങ്കിലും ഒരു സമയത്ത് ബാക്കി കൊടുത്ത് ഈ സ്ഥാപനത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, ഒരു കുട്ടിയെ ഒരു കൊല്ലത്തേക്ക് ഏറ്റെടുക്കാൻ ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തയ്യാറാകണമെന്ന് ഞാൻ പറയാണ്. ഒരു ബറക്കത്തിന് വേണ്ടി കുറച്ചു പേരെന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സന്തോഷമായി ഈ സ്ഥാനവസ്ത്ര വിതരണം നടത്തി അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദരണീയരായ നമ്മുടെ ഗുരുവര്യർ അതിരാമ്പട്ടണ ഉസ്താദ് അവരുടെ ദുആയും നസീഹത്തും നമ്മുടെ മഹത്വക്കളായ ഉസ്താദുമാരുടെ നസീഹത്തൊക്കെ നടക്കാനിരിക്കുന്നു. അതുകൊണ്ട് ആരാണ് ഇൻഷാ അല്ലാഹ് 25,000 രൂപ ഒരു കൊല്ലത്തിനിപ്പുറം കൊടുത്താൽ മതി. ഒരു വർഷത്തിനിപ്പുറമാണ്, ഒരിക്കലും നഷ്ടമല്ല. നാളെ നമ്മൾ ചെന്ന് ഖബറിലേക്ക് കിടക്കുമ്പോ ആ ഖബറിൽ ഇരട്ടി മധുരമായി
ഈ സദഖ എത്തിച്ചേരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അനന്തരാവകാശികളുടെ സ്വത്താണോ നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങളുടെ സ്വത്താണോ? ആ സഹാബാക്കൾ മറുപടി പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്തല്ലേ ഇഷ്ടം നബിയെ. എന്നാൽ അനന്തരാവകാശികളുടെ സ്വത്താണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. കയ്യിരിക്കുന്ന പണത്തോടാണല്ലോ നമുക്ക് കൂറുള്ളത്. അത് മരിച്ച അനന്തരാവകാശികൾക്കുള്ളതാ. നമ്മുടെ സ്വത്ത് നമ്മൾ കൊടുത്തതാ. കൊടുക്കാൻ പറ്റുന്നത് ദീനി സ്ഥാപനങ്ങളില്ല. അത് ഇന്ന് തെക്കൻ കേരളത്തിൽ ഏറ്റവും നല്ല ബൃഹത്തായ സംരംഭം ജാമിഅ മന്നാനിയ സർവകലാശാലയാണ്. അതുകൊണ്ട് തന്നെ ആരാണ് 25,000 രൂപ ഒന്ന് കൈവയ്ക്കുക? ഒരു കൊല്ലത്തിന് ഇപ്പുറം കൊടുത്ത് തീർത്താൽ മതി. അള്ളാഹുവിന്റെ 100 ഇരട്ടി നിങ്ങൾക്ക് ദുനിയാവിൽ തരും. ആരെങ്കിലും ഒരാൾ ബിസിനസ്സിൽ ഒന്ന് തുടങ്ങി വെച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു കുറച്ച് പേര് ബറക്കത്തിന് വേണ്ടി മാത്രം 25,000 രൂപ ഒരു കുട്ടിക്ക് ഒരു കൊല്ലത്തേക്കാവും. ആരാണ് ഈ സ്ഥാപനത്തിൽ? അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട പേരുമല NK നാസറുദ്ദീൻ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞങ്ങളുടെ നാടിന്റെ മുദരിസായിരുന്നു, ഇപ്പോൾ ഏൽക്കുന്ന മുകൾ മുദരിസാണ്. സാത്വികമായ ജീവിതം നയിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ്. ഒരുപാട് ശിഷ്യഗണങ്ങളെ ഈ ജാമിഅ മന്നാനിയിൽ വിട്ട ബഹുമാനപ്പെട്ട ഗുരുവര്യനാണ്. അല്ലാഹുവേ നീ കൈയൊഴിയല്ലേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ ഈ അടുത്ത സമയത്ത് മരണപ്പെട്ട പ്രിയപ്പെട്ട മാതാവിന്റെ ഖബറിന്റെ ഉള്ളറകളിൽ അല്ലാഹുവേ അനുഗ്രഹത്തിന്റെ പ്രകാശമായി ഈ സദഖ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ ഇൽമിൽ ഖിദ്മത്തിൽ ദഅവത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. ആയിരക്കണക്കിന് പണ്ഡിതന്മാർ പരിശുദ്ധമായ ദീനീ പ്രബോധനത്തിന് ഇറക്കി രംഗത്ത് കൊണ്ടുവരാനുള്ള ആഫിയത്ത് നീ കൊടുക്കണേ തമ്പുരാനെ. ദുആ ചെയ്യാൻ സമയമില്ല. ആരാണ് രണ്ടാമതായിട്ട് കൈവയ്ക്കുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രണ്ടാമതായിട്ട് ഒരു 25,000 രൂപ ഒന്ന് പുറകിലോട്ട് ഇരിക്കുന്ന സഹോദരങ്ങൾ, നമുക്കൊരിക്കൽ നഷ്ടമല്ല. കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കരണീയമായ അഭികാമ്യമായ ഒരു സ്ഥാപനം ആരാണുള്ളത്? ഇൻഷാ അല്ലാഹ് ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന നമ്മുടെ സ്ഥാപനത്തിൽ ഇവിടെ പുറകിൽ 2-3 കൈ കൊടുക്കുന്നുണ്ട്. ആരാണ്? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒന്ന് തുടക്കം മാത്രമാണ്. ഇത് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും ഈ സ്ഥാപനത്തെ നിങ്ങൾ സഹായിക്കണം. ഇതിന്റെ എല്ലാ അഡ്രസ്സും ഇതിന്റെ അക്കൗണ്ട് നമ്പറും ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഒന്ന് വേഗം പറഞ്ഞാൽ അത് ഈ സ്ഥാപനത്തിന്റെ ഒരു മുതൽക്കൂട്ടാണ്. ആ പറഞ്ഞവരെ ഒന്ന് കൈ കൊടുക്കും. ഇൻഷാ അല്ലാഹ് ആരാ ഇനി ആരാ എന്ന് കൈക്കൂട്ട. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 10 പേര് ബറക്കത്തിന് വേണ്ടി ഒരു 10 പേര് അടുത്തൊരാൾ നോക്കിയിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. 3 പേരായി. നമ്മുടെ ദുആയൊക്കെ പിന്നെ ആവശ്യമില്ലാത്ത ദുആയാണ്. ബാക്കി ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരുടെ ഒക്കെ ഒരു ദുആ മതി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏത് പ്രതിസന്ധി വന്നാലും ഞാൻ എന്റെ പഠിച്ചവരും പഠിക്കുന്നവരും ഡിഗ്രി എടുത്തവരോടും പറയാനുള്ളത്, ഞങ്ങളൊക്കെ എങ്ങനെയൊക്കെ ഏതെല്ലാം റിങ്ങിൽ കിടന്ന് കളിച്ചാലും സമ്മാനം വാങ്ങാൻ നിലത്തിറങ്ങുന്ന സർക്കസുകാരനെ പോലെയാ. എവിടെയൊക്കെ ഓടി നടന്നാലും ഒരു വീഴ്ച വീണ് പോയാൽ പിടിച്ചു നിർത്തണമെങ്കിൽ ഈ മന്നാനിയിലെ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരല്ലാതെ ആരും നമുക്ക് ഉണ്ടാവൂല. ഈ അടുത്ത സമയത്തും അനുഭവങ്ങൾ പലരുണ്ട്. അതുകൊണ്ട് ഈ ഉസ്താദുമാരോടൊക്കെ ചേർന്ന് നിൽക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ പേരൊക്കെ ഒന്ന് എഴുതണം വേഗം. ആരാ നാലാമതായിട്ട്? ആരാ? ഒന്ന് കൈയ്യർത്തി കൂടി. ഇപ്പോഴൊന്നും കൊടുക്കണ്ട. കയ്യിലുണ്ടെങ്കിലും നിങ്ങൾ ബറക്കത്തിന് വേണ്ടി ആയിരൊക്കെ കൊടുത്തിട്ട് പോയാൽ മതി. ബാക്കി നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമതായിട്ട് ആരാ? നാലാമതായിട്ട് ആരാ? സഹോദരിമാരുടെ ഭാഗത്തും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവിടെ ചെല്ലുക. ഒപ്പം നമ്മുടെ ഈ ഓൺലൈനിൽ ഇൻഷാ അല്ലാഹ് പറയുന്നവരെ പറയാ. ആരാ നാലാമതായിട്ട്? അല്ലമീൻ ചങ്ങനാശ്ശേരി. അല്ലാഹു സ്വീകരിക്കട്ടെ. അഞ്ചാമതായിട്ട് ഒരു 10 പേര് ബറക്കത്തിന് വേണ്ടി 10 പേര് മാത്രം ഇൻഷാ അല്ലാഹ്. ആരാ? അഞ്ചാമതായിട്ട് ഒരു സഹോദരൻ പറയുന്നത് 25,000 രൂപ ഒരു വർഷത്തേക്ക്. ബഹുമാനപ്പെട്ട തൃശ്ശൂർ ഉസ്താദ് അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ദീർഘായുസ്സ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനേ. നൽകിയ മുഴുവൻ ആളുകളെയും സഹായിക്കണേ തമ്പുരാനെ. ആറാമതായിട്ട് സമയം ഒരുപാടായി പോകുന്നു. പറഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്ക് പോകുന്നത് സഹോദരിമാരുടെ ഭാഗത്ത് ഒന്ന് ചെന്നാൽ ആരെങ്കിലും ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ആളുണ്ട്. ആ ലിസ്റ്റ് വേഗം പെട്ടെന്ന്. സഹോദരിമാരെ ഒരിക്കലും നഷ്ടമല്ല. നമ്മുടെ ശരീരം മണ്ണ് തിന്നും. നമ്മുടെ എല്ലാം മറ്റുള്ളവർ വീതിച്ചെടുക്കും. നമുക്ക് ഉപകരിക്കുന്നത് ഈ പരിശുദ്ധമായ സ്ഥാപനത്തെ സഹായിച്ച ഈ പരിശുദ്ധമായ സദഖയുടെ മുതൽ മാത്രമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർ നമ്മുടെ ജീവനുകളായ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഒന്ന് പറഞ്ഞേക്കും. അല്ലാഹു കബൂലാക്കട്ടെ. ഇസ്മായിൽ സാഹിബ്, അതുപോലെ ഷൈജു എന്ന സഹോദരൻ, അബ്ദുൽ വഹാബ് എന്ന സഹോദരൻ, 3 പേരും കൂടി പറഞ്ഞിട്ട് അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ. ജാരിയായ സുദർശനെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അർഹമായ തവാബ് അല്ലാഹുവേ ഇഹത്തിലും പരത്തിലും നീ നൽകണേ തമ്പുരാനെ. ഇതിന് നല്ല കൂലി നൽകണേ റഹ്മാനെ. ഈ ദുആ സ്വീകരിക്കണേ തമ്പുരാനെ. അബ്ദുസ്സലാം ഭാര്യയുടെ രോഗം മാറുന്നതിനുവേണ്ടി അല്ലാഹുവേ നീ ശിഫ നൽകണേ തമ്പുരാനെ. മുസ്തഫിറായ അജീബായ ഖുദ്റത്ത് കൊണ്ട് നീ ശിഫ നൽകണേ തമ്പുരാനെ.
ഒരു 3 പേര് കൂടെ പറഞ്ഞ 10 പേരാവും ഇൻഷാ അല്ലാഹ്. ഒരു ബറക്കത്തിന് വേണ്ടി തുടങ്ങി വെക്കാൻ ഒരു 3 പേര് കൂടി ഇൻഷാ അല്ലാഹ്. ഒരു 3 പേര് കൂടി വേഗം ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി നമ്മുടെ ബാധ്യത എന്നുള്ള നിലയിൽ ചെയ്യുന്നതാണ്, അല്ലാതെ സന്നദ്ധാനത്തിന് വിളിച്ചിട്ട് പിരിവെടുക്കേണ്ടതല്ല. അങ്ങനെ ഒരു പാരമ്പര്യം നമ്മുടെ കോളേജിൽ ഇല്ല. പക്ഷെ ഇത് നമ്മുടെ ഒരു ബാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് 2 പേര് സുഹൈൽ മന്നാനി എന്റെ നാട്ടുകാരൻ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു അർഹമായ തവാബ് നൽകട്ടെ. ഇത് 2 പേര് കൂടി 10 പേര് അല്ല 2 പേര് കൂടി ഇരിക്കുന്ന എല്ലാവർക്കും ആലിമീകൾക്കും പറയാം, എല്ലാവർക്കും പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ആകെ ബാക്കിയാവുന്നത് ഇതാണ്. ഇത് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മുടെ ഉസ്താദുമാർക്ക് നമുക്ക് കൊടുക്കാൻ